ഉണ്ടായിട്ടുണ്ട്, ഇനിയുണ്ടാകും, ഉണ്ടാവണം ചിലപ്പോൾ. എപ്പോ ആരോപണത്തിന് കാരണമായത് ശരീഅത്ത് വിഷയത്തിലാണ്. ശരീഅത്ത് സംവാദക്കാലത്ത് ഷാബാനു കേസിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം ശരീഅത്ത് സംവാദവും വിശദീകരണം ഉണ്ടായി. ആ സമയത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ, എറണാകുളത്ത്, മംഗലാപുരത്തൊക്കെ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ആ യോഗങ്ങളിൽ മുജാഹിദ്, ജമാഅത്ത്, സമസ്ത തുടങ്ങിയ എല്ലാ കക്ഷികളും പങ്കെടുത്തു. സമസ്തയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് കാലം തെളിയിച്ചില്ലേ? സമസ്തക്കതിൽ ഖേദം തോന്നിയിട്ടില്ല, ശരിയാണെന്ന് അപ്പോഴും പറയുന്നത്. പങ്കെടുത്തത് ശരിയാണ്, പങ്കെടുക്കണം എന്നതും ശരിയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ റോട്ടിലൊരു മൂർഖം പാമ്പിനെ കണ്ടു. ഒരു RSSകാരൻ അതിനെ തല്ലുകയാണ്. മൂർഖൻ പണം വിരുത്തി ആടിയപ്പോൾ RSSകാരന് ഉസറ് ചോർന്നു പോയോ പിന്നാക്കം നിൽക്കുക, അവനെ കൊണ്ട് മാത്രം ആവണില്ല. എന്നാൽ ഈ മൂർഖനെ തല്ലാൻ RSSകാരനുമായി സഹകരിക്കാൻ പാടുണ്ടോ? തീർച്ചയായും സഹകരിക്കണം. കാരണം മൂർഖൻ അവന്റെ മാത്രം ശത്രുവല്ല, മനുഷ്യ സമൂഹത്തിന്റെ പൊതുശത്രുവാണ്. എന്നാൽ അതേ RSSകാരൻ മറ്റൊരിക്കൽ അയോധ്യയിൽ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് പണിയാനുള്ള രാമക്ഷേത്രത്തിന് വേണ്ടി ശിലാന്യാസം നടത്തിയ ഇഷ്ടികയും ചുമന്നിങ്ങനെ പോവാണ്. അപ്പോ അവനെ വിളിച്ചിരുന്ന അവർ സർവത്തെക്കുറിച്ച് പറയണം. അവിടെ സഹകരണമല്ല, രണ്ടും രണ്ട് വിഷയമാണ്. അതായത് സഹകരണം, നിസ്സഹകരണം എന്നതൊക്കെ ആരുമായി എന്നതിലുപരി ഏത് വിഷയത്തിൽ എന്നാദ്യം തീർച്ചപ്പെടുത്തണം. ശരീഅത്ത് നിയമം ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടണമെന്ന ആശയത്തിലാണോ? മൊത്തം സഹകരണം. ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കണമെന്ന വിഷയമാണോ? സഹകരണം. തറാവീന്റെ റക്അത്തിന്റെ എണ്ണം തുറക്കണമെന്ന് പറഞ്ഞോ? നിസ്സഹകരണം. വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുജാഹിദോ ജമാഅത്തോ തറാവി 8, 11, 0 എന്ന് പറഞ്ഞപ്പോ സഹകരിച്ചിട്ടില്ല. തവസ്സുൽ ഇഖ്തിയാസ് ശിർക്കാന്ന് പറഞ്ഞപ്പോ സഹകരിച്ചിട്ടില്ല. ഖുത്ബ മലയാളത്തിൽ പറഞ്ഞപ്പോ സഹകരിച്ചിട്ടില്ല. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ സഹകരിച്ചിട്ടില്ല. ശരീഅത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു, സഹകരണം. വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന് സമസ്തക്ക് കുറ്റബോധം ഉണ്ടായിട്ടില്ല, തെറ്റ് തോന്നിയിട്ടില്ല. മാത്രമല്ല, സമസ്തയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് കാലം തെളിയിച്ചു. കാലം തെളിയിച്ചില്ലേ? സമസ്തയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് കാലം തെളിയിച്ചു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സാഹചര്യത്തിൽ കാലിക്കറ്റ് എയർപോർട്ട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക് നാം മാർച്ച് നടത്തി. കരിപ്പൂർ എയർപോർട്ട് മാർച്ചിന് ഞാനുണ്ടായിരുന്നു മുമ്പിൽ, സുന്നിയർ സംഘക്കാരനായിട്ട്. എന്റെ നേരെ ദായം ആരുണ്ടായിരുന്നു അറിയോ? ഇടവും വലോ